പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നിങ്ങനൊരു പ്രസ് മീറ്റ് ഉദ്ദേശിച്ചത് പേരാമ്പ്ര റോട്ടറി ക്ലബ്ബ് അതിൻ്റെ 25ാമത് സാരഥികളെ തിരഞ്ഞെടുത്ത് അധികാരം കൈമാറുകയാണ്. നമ്മുടെ വയനാട് ദുരന്തവും പിന്നെ അതുപോലെ വിലങ്ങാട് പ്രകൃതി ദുരന്തമെല്ലാം നമ്മളെ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ വിപുലമായ രീതിയിലുള്ള ഒരു പരിപാടികളൊന്നുമില്ലാതെ ഞങ്ങൾ ഈ വർഷത്തെ പ്രതിനിധികൾക്ക് ഈ ഭാരവാഹിത്വം കൈമാറുന്നത് ചൊവ്വാഴ്ചയാണ്, 13 ഓഗസ്റ്റ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ വിശദമായി സംസാരിക്കുന്നതിന് വേണ്ടി നിയുക്ത പ്രസിഡന്റ് ജയരാജൻ കൽപ്പകശ്ശേരിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 25 വർഷമായി പേരാമ്പ്രയുടെ സാംസ്കാരിക സാമൂഹിക സേവന രംഗങ്ങളിൽ സജീവമായി സാന്നിധ്യമുള്ള ഒരു സംഘടനയാണ് റോട്ടറി പേരാമ്പ്ര. റോട്ടറി ഇൻ്റർനാഷണലിൻ്റെ പേരാമ്പ്ര ചാപ്റ്ററിനെയാണ് നമ്മൾ റോട്ടറി പേരാമ്പ്ര എന്ന പേരിൽ ചുരുക്കി പറയുന്നത്. പേരാമ്പ്ര റോട്ടറി കഴിഞ്ഞ 25 വർഷമായി വളരെയേറെ പ്രഗത്ഭരായ സാരഥികൾ നയിച്ചതാണ്. ഈ വർഷം അതിൻ്റെ സാരഥ്യത്തിലേക്ക് ഞാനും ജയരാജൻ കൽപ്പകശ്ശേരി, സെക്രട്ടറിയായി ബിജു ചാലക്കര, ട്രഷററായി ബിജു കൃഷ്ണ പി എന്നിവർ അധികാരമേൽക്കുകയാണ്. ഈ വർഷവും തുടർന്നും ഇത്ര നാളും റോട്ടറി എങ്ങനെ പോയോ തുടർന്നും അതിഗംഭീരമായി റോട്ടറി പ്രവർത്തനങ്ങളുമായി സേവന രംഗത്ത് ഞങ്ങൾ ഉണ്ടാകും. ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ പ്രാവശ്യത്തെ പ്രോഗ്രാമുകളിൽ പ്രമുഖമെന്ന് പറയാൻ പറ്റുന്ന പ്രോഗ്രാമുകൾ പബ്ലിക്കിന് ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പൺ ജിം ഹൈവേക്ക് സൈഡിലായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ചർച്ച ചെയ്ത സമയത്ത് അദ്ദേഹം അതിനൊരു സ്പേസ് തരാമെന്നും ഓപ്പൺ ജിം അത് അറേഞ്ച് ചെയ്യുന്നുണ്ട്. രണ്ടാമതായിട്ട് ഞങ്ങൾ കുടുംബാംഗങ്ങൾ പങ്കെടുക്കുന്ന സംസ്ഥാനതല പ്രശ്നോത്തരി ക്വിസ് കോമ്പറ്റീഷൻ, അതായത് കേരളത്തിലെ മൊത്തം വീടുകളിൽ നിന്ന് വരുന്ന ഒരു ഭർത്താവും ഭാര്യയും 3 കുട്ടികളോ 2 കുട്ടികളോ ഉണ്ടെങ്കിൽ ആ ഫാമിലി മൊത്തം പങ്കെടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നോത്തരി. കുടുംബ ബന്ധങ്ങൾ ശക്തമാക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയുക എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ടാണ്. ലഹരിക്കെതിരെയുള്ള ഹാഫ് മാരത്തോൺ അത് ഏറ്റവും പ്ലാനാണ്. അത് ഹാഫ് മാരത്തോൺ വെച്ച് ലഹരിക്കെതിരായിട്ടുള്ളത്. പിന്നെ ഫാമിലി ഡബിൾസ് ഷട്ടിൽ ടൂർണമെൻറ്റ്, 2 ഭർത്താവും ഭാര്യയും അല്ലെങ്കിൽ മകനും മകളടങ്ങുന്ന ഒരു ടീമിനെ വെച്ചുകൊണ്ട് കെൻഡോ ഷട്ടിൽ അരീനയുണ്ട് ഇവിടെയുള്ള. അത്തരം പ്രോഗ്രാമുകളാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കൂടാതെ മറ്റു പല സേവന പ്രവർത്തനങ്ങളിലൂടെയും ഇനി ഞങ്ങൾ പേരാമ്പ്രയുടെ പ്രവർത്തനങ്ങളുമായി കൂടെ ഉണ്ടാകും. അപ്പം ഈ ഒരു ചടങ്ങ് ഞങ്ങൾ ലളിതമാക്കാൻ കാരണം വയനാടിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ വെളിച്ചത്തിലാണ്. കാരണം അത് നമുക്കെല്ലാം അലട്ടലുണ്ടാക്കുകയും വേദന ഉണ്ടാക്കുകയും ചെയ്ത സംഭവമായതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും ലളിതമായി റോട്ടറിയിൽ അംഗങ്ങൾ മാത്രം പങ്കെടുത്ത് റോട്ടറി ഹാളിൽ വെച്ച് നടത്തുന്ന ഒരു ലളിതമായ ചടങ്ങാണ്. ഭക്ഷണം പോലും വളരെ ലളിതമായ ഭക്ഷണങ്ങളാക്കിക്കൊണ്ട് ഫാമിലിയെ പങ്കെടുപ്പിക്കാതെ, ഗസ്റ്റിനെ പങ്കെടുപ്പിക്കാതെ നടത്തുന്ന ചടങ്ങാണ്. ഇപ്പം മെമ്പർമാർ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. ഇതിൻ്റെ കൂടെ ഞങ്ങളുടെ ഈ റോട്ടറിക്ക് ഡിസ്ട്രിക്ട് ലെവലിൽ 3204 എന്ന ഡിസ്ട്രിക്റ്റാണ്. 3204 കാലിക്കറ്റ് ഡിസ്ട്രിക്ട്, കാലിക്കറ്റ് ആസ്ഥാനമായിട്ടുള്ള സംഘടനയാണ്. അതിൻ്റെ ഭാഗമായി വയനാടിൻ്റെ പുനരധിവാസത്തിനായി 3204 2 കോടി രൂപയാണ് വാഗ്ദാനം ചെയ്തത്. 80 റോട്ടറി ക്ലബ്ബുകളാണ് ഞങ്ങൾക്കുള്ളത്. 80 റോട്ടറി ക്ലബ്ബുകളിൽ നിന്ന് സമാഹരിക്കുന്ന പണം നേരിട്ട് CMDRFലേക്ക് സംഭാവന ചെയ്യാനാണ് റോട്ടറി 3204 തീരുമാനം. അതുകൊണ്ട് തന്നെ തുടക്കം എന്ന രീതിയിൽ ഈ ചാർജ് എടുക്കുന്ന 3 പേർ, അതായത് ബിജു ചാലക്കര, ജയരാജൻ കൽപ്പകശ്ശേരി, ബിജു കൃഷ്ണ എന്നിവർ 10,000 രൂപ വീതം എടുത്തുകൊണ്ട് 30,000 രൂപ നൽകിക്കൊണ്ട് ഫസ്റ്റ് ഞങ്ങൾ അതിൻ്റെ നടത്തുകയും ചെയ്യും. കൂടാതെ ഓഗസ്റ്റ് 13 എന്ന് പറയുന്നത് അവയവദാന ദിനമാണ്. അപ്പം ഈ ഒരു ആഴ്ച മുഴുവൻ അവയവദാനവുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ വിദ്യാർത്ഥികളിൽ എത്തിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള സമീപത്തുള്ള സ്കൂളുകളിലും കോളേജുകളിലും അവയവദാനത്തിൻ്റെ പ്രാധാന്യം ക്ലാസ്സുകളെടുത്ത്
അവരിൽ നിന്ന് സമ്മതപത്രം വാങ്ങി ടോട്ടൽ റോട്ടറിയുടെ മെമ്പർമാരുടെ മുഴുവൻ സമ്മതപത്രം വാങ്ങി ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു ഫംഗ്ഷനും കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് നിങ്ങളിലേക്ക് അറിയിക്കാൻ ഞാനുള്ളത്. അപ്പം തുടർന്നും ഇത്ര കാലവും നിങ്ങൾ റോട്ടറിയോടൊപ്പം നിന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഇനിയും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം ഉണ്ടാകണം. റോട്ടറി നിങ്ങളോടൊപ്പം ഇനിയും ഉണ്ടാകും. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ പേര് ഇവിടെ പങ്കെടുത്തിരിക്കുന്നത് ഞാനാണ്. ജയരാജൻ കൽപ്പകശ്ശേരി. ബിജു കൃഷ്ണ നിങ്ങൾ പരിചയപ്പെട്ടു. രാജബാലൻ പി പി റോട്ടറിയുടെ ഡിസ്ട്രിക്ട് ചെയറാണ്. ഡിസ്ട്രിക്റ്റിൽ മുഴുവൻ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ്. വരേണ്ടിയിരുന്ന NP സുധീഷാണ് നമ്മളെ ധീര ഗ്യാസ് ഏജൻസിയിൽ. അദ്ദേഹം എത്തിയിട്ടില്ല. അദ്ദേഹത്തിന് അവിടെ ഒരു ഇത്രയുമാണ് പറയുന്നത്. താങ്ക് യു.